വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കറിവേപ്പ് തഴച്ചു വളരാനും അതുപോലെ തന്നെ കറിവേപ്പിനുണ്ടാകുന്ന രോഗബാധ തടയാൻ വേണ്ടിയിട്ടുമുള്ള ടിപ്സാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നന്നായിട്ട് പുളിച്ച തൈര് ചേർക്കുക. ഒരു 10-15 ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കറിവേപ്പിൻ്റെ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുക. മാസത്തിൽ 1 പ്രാവശ്യം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരാൻ സഹായിക്കും. ഇതുപോലെ തന്നെ ഇനിയൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണോളം പുളിച്ച തൈര് ചേർക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ വെളുത്തുള്ളിയുടെ ഒരു മണം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 1 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം. ഈ ഒരു ലായനി കറിവേപ്പിൻ്റെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുക. ഇത് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഈ 2 ടിപ്സ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.